കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത്, സാധാരണ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ലിഖിതമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളെ, ഒരു രാഷ്ട്രം എഴുതിപ്പിടിപ്പിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ, അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. അതല്ലാതെ തന്നെ എല്ലാ പഠനങ്ങൾക്കും അതതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രപാലനത്തിന്, ഒരു ദേശപാലനത്തിന് അതിൻ്റേതായിട്ടുള്ള അലിഖിത നിയമങ്ങളുമുണ്ട്. അതിനെ നമ്മൾ സംസ്കാരം എന്ന് പറയും. അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും പലതാണ്. ഇപ്പൊ ഫിസിക്സിൽ ഉള്ള നിയമങ്ങൾ, കെമിസ്ട്രിയിലുള്ള നിയമങ്ങൾ, അതുപോലുള്ള എല്ലാ പഠന വിഷയങ്ങളിലുമുള്ള നിയമങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രാപഞ്ചിക നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ നിയമം എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തിന്, അത് അറിയുന്നതിനാകട്ടെ, പഠിക്കുന്നതിനാകട്ടെ, ജീവിക്കുന്നതിനാകട്ടെ, വണ്ടി ഓടിക്കുന്നതിനാകട്ടെ, എന്തിനാണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ഏറ്റവും ഉചിതമായ രീതിയിലുള്ള പ്രവർത്തനം, അതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ക്രമീകരിക്കുന്ന ചില രീതികളെയാണ് നിയമങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഗുണകരം ദോഷകരം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതും കോണ്ടക്സ്റ്റ്, ഏത് ഫലസിദ്ധിക്കായിട്ട് ഇന്ന വിധത്തിൽ പ്രവർത്തിക്കണം എന്ന് ചിട്ട ചെയ്തു വയ്ക്കുന്നതിനെയാണ് നിയമം എന്ന് പറയാം. ഫലം ഒരു പ്രദേശത്തെ സംബന്ധിച്ച്, ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് അതെങ്ങനെയായിരിക്കും? അത് ഗുണകരം എന്ന് പറയുന്നത് വേറൊരു സന്ദർഭത്തിൽ അത് ദോഷകരമാണ്. ഇപ്പം പുലി അല്ലെ കടുവ മാനിനെ പിടിക്കുന്നു. കടുവയ്ക്ക് ഗുണകരമാണത് കിട്ടിയാൽ ആഹാരമാണ്, മാനിനെ സംബന്ധിച്ചാൽ അത് മാരകമാണ്. ഇതാണ് വ്യത്യാസം, മരണകാരകമാണ്. അപ്പോൾ ഒന്നിന് ഗുണം എന്ന് പറയുന്നത് വേറൊന്നിന് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ അത് ഗുണം എന്ന് തോന്നും. മറ്റൊരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സംവിധാനത്തിൽ എന്ന് പറയുക. നമ്മളുടെ രാഷ്ട്രം, ഈ രാജ്യം എന്നുള്ള സംവിധാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അഹിതമായിട്ട് വരും, ദോഷമായിട്ട് വരും. പക്ഷെ നമുക്കത്, നമ്മളുടെ പ്രവർത്തനങ്ങൾ ഗുണകരം, അതിനകത്ത് വിജയിക്കുമ്പോഴാണ്. യുദ്ധം ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് ഇപ്പുറത്തുള്ളവൻ ശത്രു, ഇപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് അപ്പുറത്തുള്ളവൻ ശത്രു എന്ന് പറയുന്നത് പോലെയാണ് പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകണമെങ്കിൽ എന്താണ്? ആ ഗുണഫലങ്ങൾ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണുള്ളത്. അതുകൊണ്ട് ഫലം ഗുണകരമാകണമെങ്കിൽ, ഫലങ്ങൾ ഗുണകരങ്ങളാകണമെങ്കിൽ എന്താണ്? പ്രത്യേക ഒരു സാമുദായിക അവസ്ഥ സൃഷ്ടിക്കണം. ആ സാമുദായിക അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അത് ഒരു പ്രത്യേക പ്രദേശത്തിൽ എല്ലാം ഒരേപോലെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രദേശത്ത് തന്നെ ദേശം, കാലം, വൈയക്തികം എന്ന് നമ്മൾ തിരിക്കുക. ദേശം ഒന്ന്, കാലം ഒന്ന്, വ്യക്തി പലത്. എന്നുവെച്ചാൽ ഒന്നിന് കോമ്പൻസേറ്റ് ആയിട്ട് പലത് വേണമല്ലോ.
ദേശം കാലം ഒന്നാകുമ്പോൾ പിന്നെ വ്യക്തികൾ, ആ വ്യക്തി പലതായിരിക്കും. ആ പല വ്യക്തിക്ക് ദേശകാലങ്ങളിൽ ഒരേപോലെ നമ്മൾ ഒരു സ്മൂത്ത് റണ്ണിങ് തന്റെ പ്രവർത്തനങ്ങളുടെ സ്മൂത്ത് റണ്ണിങ് കണ്ടീഷനിൽ ദേശകാലങ്ങൾക്കനുസൃതമായിരിക്കണം. ദേശം പലതായിരിക്കുമ്പോൾ അവിടെ എന്താണ്, നമ്മളെ വ്യക്തികളെ നമ്മൾ എന്താണ് പറയുക, നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയും. ആ മനുഷ്യര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികളാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും അവരെ മനുഷ്യർ എന്ന് കണക്കാക്കിക്കൊണ്ട് അതിനെ ഒന്നായിട്ടെടുത്തിട്ട് ദേശകാലങ്ങളിലെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ പഠിക്കും. പക്ഷെ ഇവിടെ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തു പറ്റും, നമുക്ക് ദേശം കാലം ഇത് ഒന്നായിരുന്നാൽ വ്യത്യസ്ത മനുഷ്യർക്ക് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ എങ്ങനെ വരുന്നു. അപ്പോൾ എന്തു പറ്റും, ഈ നാനാത്വം ഇവിടെ വ്യക്തികളാകും. ഏകത്വം എന്താണ്, ദേശത്തിൽ ഏകത്വം, കാലത്തിൽ ഏകത്വം വരുമ്പോൾ ഈ നാനാത്വം ഇതിൽ എങ്ങനെയാണ് അത് പ്രവർത്തനങ്ങൾ പ്രകടമാകുന്നത് എന്ന് നോക്കും. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ജീവിതം എന്ന ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ അനുഭവ സമയത്ത് എന്തായിരിക്കണം, അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം, ദേശകാലങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രത്തിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ പാലിക്കണം, ദേശത്തിന്റെ നിയമങ്ങൾ പാലിക്കണം, കാലത്തിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചില ദേശങ്ങളെ എടുക്കുമ്പോൾ അത് വ്യത്യസ്ത ദേശമാണെന്ന് മാത്രമല്ല, നമ്മൾ പറയാറില്ലേ അതൊരു 500 വർഷം പുറകിലാണ് അവര് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളുടെ കാലദേശങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു സമാനത കൊണ്ടുവന്നാൽ, ഒരു സ്ഥിരത കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ നമുക്ക് നമ്മളുടെ ചലനത്തെ ക്രമീകരിക്കാൻ പറ്റുള്ളൂ. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കറങ്ങിക്കൊണ്ട് സൂര്യനെ കറങ്ങുന്നു, അത് സ്വയം തിരിയുന്നു. അപ്പൊ ഭയങ്കര ചലനം, വളരെ വലിയ സ്പീഡിലുള്ള ചലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ് അല്ലെങ്കിൽ തിരിയുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നടക്കാനോ ഓടാനോ ഒന്നും പറ്റാതെ വരും. അപ്പൊ നമ്മളുടെ പ്രവർത്തനം, വ്യക്തികളുടെ പ്രവർത്തനം ഇവിടെ പ്രശ്നമായി വരും. വ്യക്തികളുടെ പ്രവർത്തനം നമുക്ക് ആസ്വാദ്യകരമായിട്ട്, നമ്മളുടെ നടക്കുന്ന പ്രതലം ഭയങ്കര സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നമ്മളുടെ ഇവിടുത്തെ സഞ്ചാരം വലിയ പ്രശ്നമായിട്ട് മാറും. ഓടുന്ന വണ്ടിയിൽ, അതും എങ്ങനെ കൃത്യമായിട്ട് ഓടുന്നതല്ല, ഇളകി മറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ നമുക്ക് സഞ്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന്റെ ഇളക്കം ഒക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ബസ്സിൽ നിന്ന് ട്രെയിനിലേക്ക് മാറുമ്പോഴും ട്രെയിനിൽ നിന്ന് പ്ലെയിനിലേക്ക് മാറുമ്പോഴും ഒക്കെയുള്ള വ്യത്യാസം നമ്മൾ നോക്കുക. അപ്പോൾ അതിന്റെ ഇളക്കങ്ങൾ കുറയുന്നതനുസരിച്ച് ആ ചലനത്തെ നമ്മൾ അറിയാതെ വരുന്നു. മനസ്സിലാണ്ടോ? അപ്പോൾ ആ ചലനം അറിയാതെ നമ്മൾ സ്ഥിരത ദ്യോതിപ്പിക്കുമ്പോൾ നമ്മളുടെ അതിനകത്തുള്ള നമ്മളുടെ ചലനങ്ങൾക്ക് എന്തു പറ്റും? നമുക്ക് വളരെ ശാന്തതയുണ്ടാകും, നമുക്ക് ആസ്വാദനമുണ്ടാകും. അതുപോലെയാണ് ഇവിടെ നമ്മളുടെ ഭൂമിയുടെ ചലനം നമ്മൾ ശാന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഇത് പ്രവർത്തനമില്ല, ഇത് സ്ഥിരമാണ് എന്നുള്ള ബോധം നമ്മളിലേക്ക് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഇതിൽ നടക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ
ആനന്ദകരമായിട്ട് നമ്മളുടെ ഇച്ഛാനുസരണവും ആകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ഈ നമ്മളുടെ ഭൂമി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഖരാവസ്ഥ എന്ന് നമ്മൾ കൂട്ടിക്കോ, ഖരദ്രാവക വാതക ഊർജം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സ്, ആകാശം എന്ന് പറയുന്ന മനസ്സ്. അപ്പോൾ പ്രപഞ്ച മനസ്സ്, വ്യക്തി മനസ്സ് എന്ന് രണ്ട്. അപ്പോൾ പ്രപഞ്ച മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കല്ലേ, അതിനാണ് നമ്മൾ ഒരു ദേശം എന്നെടുത്തിട്ട് ആ ദേശത്തിലേക്ക് ഒതുക്കി, എന്നിട്ട് ആ കാലത്തിലേക്ക് ഒതുക്കി, ആ കാലദേശത്തിനനുസരിച്ചിട്ടുള്ള ആ പാർട്ട് ചലിക്കാതെ ആ ദേശ മനസ്സ് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചലനങ്ങൾക്ക് അലോസരം ഉണ്ടാകാത്ത വിധം അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്താണ്, ഇത് രണ്ടും കൂടി സിങ്ക്രണൈസ് ചെയ്യുമ്പോഴാണ് ഒന്ന് നിൽക്കുന്നുവെന്നും ഒന്ന് ചലിക്കുന്നുവെന്നും മനസ്സിലാകുന്നത്. നമ്മൾ ട്രെയിനിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിനിൽ നടക്കുമ്പോൾ ആ പ്ലെയിൻ അതിഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ ചലിക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ചലനം അതിനകത്ത് കുഴപ്പമില്ലാതെ പോകുന്നതിന്റെ കാര്യം എന്താണ്? അതിന്റെ ചലനം നിശ്ചലമായിട്ട് തോന്നത്തക്ക വിധം ആണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലെയിൻ 500 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആ 500 കിലോമീറ്ററിൽ പോകുന്നതിൽ നമ്മൾ അസ്വസ്ഥതയില്ലാതെ അതിനോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടും ഒരേ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തുപറ്റി, നമ്മളുടെ ആ യാത്ര നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് പ്ലെയിൻ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് എന്നൊരു ഭാവന നമുക്കുണ്ടാകും. പിന്നെയാണ് നമ്മൾ അതിനകത്ത് നടക്കുകയും ആംഗ്യം കാണിക്കുക എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്ലെയിനിന്റെ ചലനത്തോട് നമ്മളുടെ ശരീരം ആദ്യം സിങ്ക്രണൈസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അത് പ്ലെയിൻ ആ സ്ഥിരമായിട്ടുള്ള ചലനത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴും അതിവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോഴും അതിന്റെ ചലനത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് എല്ലാവരും നിർബന്ധപൂർവം അവരുടെ സീറ്റിലിരുന്ന് ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ശരീരം ഇതുവരെ പ്ലെയിനിന്റെ ചലനവുമായിട്ട് ക്രമീകരിച്ചു വന്നത് ഇപ്പോൾ ആ ക്രമീകരണത്തിൽ നിന്ന് മാറി. അതുകൊണ്ട് വലിയ സ്പീഡിൽ നിന്ന് കുറഞ്ഞ സ്പീഡിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്കോ പോകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന് എങ്ങനെയാണ് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ആകെപ്പാടെ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും സീറ്റിലിരുന്ന് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ പ്രദേശത്തും, അത് പ്ലെയിൻ എന്നുള്ള പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വിജയവും ആനന്ദവും ഒക്കെ കിട്ടണമെങ്കിൽ എന്തു വേണം? നമ്മളുടെ പ്രദേശത്തിന്റെ ഒരു ചലനം അതുമായിട്ട് യോജിച്ചു പോകുന്ന ചലനമായിട്ട് നമ്മളെ മൊത്തമായിട്ടൊന്ന് ആദ്യം ഒന്ന് ക്രമീകരിക്കണം. എന്നാൽ മാത്രമേ ആ ക്രമീകരിക്കേണ്ടത് ആരാണ്? അവിടെയുള്ള എല്ലാ വ്യക്തികളും എല്ലാ സൃഷ്ടികളും അതിന് ഈ പ്രദേശത്തിന്റെ യാത്രയുമായിട്ട്, ഭൂമിയുടെ യാത്രയുണ്ട്, അതിനകത്ത് പ്രദേശത്തിന്റെ നമ്മളുടെ ഈ മനസ്സിന്റെ, മനസ്സിലാണ്ടോ, ആ പ്രദേശത്തിന് വികാരത്തിന്റെ യാത്ര, ആ വികാരത്തിന്റെ യാത്രയോട് അവിടെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അതിനോടനുസരിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് കൾച്ചറൽ സിങ്ക്രണൈസേഷൻ എന്ന് പറയും. അതിന് ആ കൾച്ചറിനെ, പ്രദേശത്തിന്റെ കൾച്ചറുമായിട്ട് നമ്മളുടെ കൾച്ചറിനെ അങ്ങോട്ട് സിങ്ക്രണൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുമിപ്പിച്ച് കഴിയുമ്പോഴാണ് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഫലവത്താകുന്നതും അത് വ്യക്തികൾക്കും ആ സമൂഹത്തിലുള്ളവർക്കും ആനന്ദകരമാകുന്നതും. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രത്തിന് ഒരു നിയമം എന്ന്. അത് അല്ലെങ്കിൽ എന്താണ്, പല വിധത്തിൽ വന്നാൽ ആ കൾച്ചറലായിട്ടുള്ള വളരെ കാവോസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് എത്രമാത്രം സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുമോ അത്രയധികം, എന്നുവെച്ചാൽ സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ച് അതിനകത്ത് വലിയ ബഹളങ്ങളില്ലാതെ ഒരു നിശ്ചലാവസ്ഥ അതിനകത്ത് വരുമ്പോൾ ആ സംസ്കാരമായിട്ട്
നമുക്ക് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ വൈയക്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയവും ആനന്ദവും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യവും അതിൻ്റെ ഒരു ഏകീകരണത്തിൻ്റെ ആവശ്യകതയും നമ്മളിവിടെ പറയുന്നത്. ഓം നമഃ ശിവായ.